കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന ഗവേഷണ വിഭാഗമായ കൈറോസ് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ നിറവിലാണ് ഈ വരുന്ന ജനുവരി 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പിലാത്തറ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുകയാണ്. അതോടനുബന്ധിച്ച് ഞങ്ങളുടെ പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സ്വയം സന്നദ്ധ സംഘടനാ പ്രസ്ഥാനത്തിന് ഒരു പുതിയ അധ്യായം കുറിച്ച സന്നദ്ധ സംഘടനയാണ് കൈറോസ് എന്നത്. ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് സർക്കാരിന് എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന പ്രശ്നങ്ങളിലേക്കും മേഖലകളിലേക്കും തങ്ങളുടേതായിട്ടുള്ള ജനസംഘാടനം കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും സാമ്പത്തിക വിഭവങ്ങൾ കൊണ്ടും സാങ്കേതിക വിഭവങ്ങളുടെയും എത്തിച്ചേർന്ന ഈ സ്ഥാനം കഴിഞ്ഞ 25 വർഷമായിട്ട് 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയാണ് ക്രിയാത്മകമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നത്. സാധാരണ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നത് നമ്മുടെയും ശൈലിയായിരുന്നു. എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് സർക്കാരിനോ മറ്റുള്ളവർക്കോ ഇടപെട്ട് വേണ്ടത്ര ചെയ്യാൻ സാധിക്കാത്ത സ്ഥലത്ത് അവിടെ കടന്നു ചെന്ന ഈ പ്രശ്നങ്ങളെ ജനസഹകരണത്തോടെ പരിഹരിക്കുകയാണ് സന്നദ്ധ പ്രസ്ഥാനത്തിൻ്റെ സാധാരണ ശൈലി. ഈ രീതിയിൽ ആരംഭിച്ച ഈ സന്നദ്ധ സംഘടന കണ്ണൂർ രൂപതയുടെ സാമൂഹിക പ്രവർത്തന വിഭാഗമാണത്. ഇവർ സന്നദ്ധ സംഘടന ആദ്യമായി ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിഷമിക്കുന്ന ആൾക്കാരെ സ്വാശ്രയ സംഘങ്ങളായിട്ട് രൂപീകരിച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ വിഭവ സമാഹരണം നടത്തിക്കൊണ്ട് അവരുടെ തന്നെ പല രീതിയിലുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണല്ലോ പലരുടെയും പ്രശ്നങ്ങൾ. ആ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് നിക്ഷേപ സമാഹരണവും ലോൺ ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വളർച്ചയുണ്ടാക്കുവാനുള്ള സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതി പരിപോഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ഉൾപ്പെടെയുള്ള തലങ്ങളിലൊക്കെയുള്ള വളർച്ചയും ഒക്കെയാണ് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ പെട്ടിരുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യമെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാമാകുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയായ വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി ജനങ്ങളെ അതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രാപ്തി കൊടുക്കലായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടും പ്രവർത്തന ശൈലിയും. പ്രത്യേകിച്ച് ഈ ഒരു സന്നദ്ധ പ്രസ്ഥാനം സർക്കാരുമായി ബന്ധപ്പെട്ടും പലതരങ്ങളിൽ സഹകരിച്ചു എന്നുള്ളത് വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കണ്ണൂർ ജില്ലയിലെ ആസൂത്രണ വിഭാഗവും കാസർഗോഡ് ജില്ലയിലെ ആസൂത്രണ വിഭാഗവും അതിൻ്റെ പല പദ്ധതികളും ആദ്യകാലങ്ങളിൽ പദ്ധതികൾ രൂപപ്പെടുത്തിയത് കൈറോസ് എന്ന സംവിധാനത്തിൻ്റെ സാങ്കേതിക സഹായം കൊണ്ടായിരുന്നു. ഒപ്പം തന്നെ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് മിനിസ്ട്രി, ആ മിനിസ്ട്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ വിഭാഗത്തിൻ്റെ കണ്ണൂർ വടക്കൻ മലബാറിലെ മദർ NGO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥാപനം സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ജനസേവനം കാര്യമായിട്ട് നടത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പശ്ചിമഘട്ട വികസന സെല്ലും ഒപ്പം നബാർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം നടത്തിയ കാര്യങ്ങൾ ഏറെ ചിന്തോദ്ദീപകമാണ്. പ്രത്യേകിച്ച് മണ്ണ്, ജലം, ജൈവസമ്പത്ത് നമുക്കും വരും തലമുറക്കും എന്നുള്ള ആപ്തമാക്കി നിർത്തിക്കൊണ്ട് കാർഷികമായിട്ടുള്ള അഭിവൃദ്ധി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മണ്ണിൻ്റെ വളക്കൂറിലും ജലവിഭവങ്ങളുടെയൊക്കെ ഈ പരിപാലനത്തിലും ആകുന്നുവെന്ന ബോധ്യത്തിൽ ആ സമഗ്രമായിട്ടുള്ള നീർത്തട സമീപനത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാനുള്ള വലിയ സംരംഭങ്ങൾ നടത്തുകയും ആ രീതിയിൽ പല നീർത്തട പദ്ധതികളുടെയും ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായിട്ടും പദ്ധതി രൂപീകരിക്കുന്ന ഏജൻസിയുമായിട്ടും നിരവധി പഞ്ചായത്തുകളിൽ ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനം 25 വർഷത്തെ നിർവലാകുമ്പോൾ വളരെ പ്രമുഖരായ വ്യക്തികൾ കടന്നു വന്ന ഇതിൻ്റെ രജതപുരി ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്.
ഗോവ ഗവർണറായിട്ടുള്ള ശ്രീ PS ശ്രീധരൻ പിള്ള, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ, ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള ശ്രീ AN ഷംസീർ, ഒപ്പം നമ്മുടെ തന്നെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം കലാതലത്തിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ശ്രീ പ്രേംകുമാർ, ശ്രീ ലാൽ ജോസ്, ഒപ്പം സഭയുടെ തന്നെ വക്താക്കളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പാമ്പ്ളാനി പിതാവ്, ഒപ്പം തന്നെ വർഗീസ് ചക്കാലക്കൽ പിതാവ്, അങ്ങനെ പ്രമുഖരൊക്കെ അണിനിരക്കുന്ന ഈ പരിപാടി നടക്കുന്നത് പിലാത്തറ സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ്. പരിപാടി നടക്കുന്നത് 18-ാം തീയതിയാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്തിലേക്കുള്ള പരിപാടിയിലേക്ക് നിങ്ങളെല്ലാം ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ കൈറോസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും ഇനിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള എല്ലാ MLAമാരും അതോടൊപ്പം തന്നെ 2 MP-മാരും അതോടൊപ്പം തന്നെ നമ്മളൊരു 5 ലക്ഷം രൂപയുടെ ന്യൂട്രീഷൻ കിറ്റ് നമ്മുടെ ബെനിഫിഷ്യറീസ്, അതായത് ഒരു ആയിട്ടുള്ള പ്രത്യേകിച്ച് HIV, AIDS, TB അഫക്റ്റഡ് ക്യാൻസർ ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് അന്നേ ദിവസം വിതരണം ചെയ്യും.